ലൈഫിൽ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ. എന്താണ് അവരുടെ ബെഡ്റൂം റിലേഷൻ, എങ്ങനെയാണ്, എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ. അപ്പം നമ്മുടെ ഉള്ളിൽ വേണ്ടത് ഒരു നീഡ് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഉള്ള അത്യാഗ്രഹം പറ്റും. പക്ഷെ അത് എൻ്റെ ഈ ഒരു കാര്യത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ചിന്തകളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിനെ ഫോക്കസ് കൊടുക്കണം. നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ഫോക്കസ് കൊടുക്കണം. ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ ശരിക്കും വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് ആണോ അതോ അണ്ടർസ്റ്റാൻഡിങ് ആണോ? അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ ഒരിക്കലും ഒരു ഫാമിലി തെറാപ്പിയിൽ ഫാമിലി സെഷനിൽ കൊടുക്കാത്തൊരു വാക്കാണ്. നമുക്ക് എത്ര നാൾ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? പക്ഷെ ഇപ്പോഴും ഫാമിലീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യം. അത് ആ വേർഡിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ചില വാക്കുകൾ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ചോദിക്കുകയാണ്, നമ്മളൊരു കാര്യം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളൊരു കുഴപ്പമില്ല എന്ന് പറയും അല്ലേ? അതെ. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കൊരു കുഴപ്പമുണ്ടെന്നാണോ കുഴപ്പമില്ല എന്നാണോ അത് ഓക്കെ ആണെന്നാണോ? ഡിപ്പെൻസ് ഓൺ ആണ്. അപ്പം അതുപോലെ നമ്മൾ പല കൊളോക്കിയൽ ലാംഗ്വേജസും നമ്മൾ യൂസ് ചെയ്യും. അപ്പം ഈ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ആ ഒരു വേർഡിന് പല അർത്ഥങ്ങളുണ്ട്. അതായത് മനസ്സിലാക്കുക എന്നാണോ, അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റെയിൽവേ ട്രാക്ക് പോലെ പാരലായിട്ട് ജീവിക്കുക എന്നുള്ളതാണോ? അപ്പം അത് പല അർത്ഥങ്ങളുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള അർത്ഥമല്ല വേണ്ടത്. ഫാമിലി ലൈഫിൽ വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. രണ്ടുപേരും രണ്ട് കൾച്ചറിൽ വരുന്ന ആൾക്കാരാ, രണ്ട് പേഴ്സണാലിറ്റിയാ. അപ്പം അവർ രണ്ടുപേരും മനസ്സിലാക്കണം. അപ്പം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാനുള്ള സ്പേസ് കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മളൊരു ചായ കൊടുത്ത് നമ്മുടെ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ മിനിമം 4 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു മൊബൈൽ വാങ്ങുന്നത്. പക്ഷെ നമ്മുടെ പാർട്ട്ണറെ ലൈഫ് ലോങ് സെലക്ട് ചെയ്യുന്നത് ഒരു മാക്സിമം 25 മിനിറ്റിലുള്ളതാണ്. അതിൽ ഈ രണ്ടുപേരും തമ്മിൽ 5 മിനിറ്റ് സംസാരിക്കുന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഫോൺ ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നീട് അവർ സംസാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് അവർക്ക് കൊടുക്കണം. ഓടി തിരക്ക് പിടിച്ച് മാരേജ് ചെയ്തിട്ട് കാര്യമില്ല. രണ്ട് വ്യക്തികളുള്ള ഒരു റിലേഷനല്ല മാരേജ്. രണ്ട് ഫാമിലി, രണ്ട് സമൂഹം ഒക്കെ അതിൽ ഇൻവോൾവ്മെന്റ് വരുന്നതാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അവിടെയുള്ള ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇവർ രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരും എങ്ങനെയാണ്, അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ എക്സ്പെക്റ്റേഷൻസ്, അവരുടെ കൾച്ചർ, രീതികൾ എല്ലാം നമുക്ക് അറിയണം. ഒരു സമയം കൊടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ കേൾക്കുന്ന കാര്യമാണ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ തമ്മിൽ മാരേജ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഒരാൾ നല്ല ആക്റ്റീവ് ആയിരിക്കണം, ഒരാൾ കുറച്ച് ഡൗൺ ആയിരിക്കണം. അങ്ങനെ ഉണ്ടോ ശരിക്കും? അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്കത് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാരേജ് റിലേഷൻഷിപ്പിൽ ക്യാരക്ടർ മാത്രമല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്, ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു 99% മാരിറ്റൽ പ്രോബ്ലംസിൻ്റെയും മെയിൻ റീസൺ ബെഡ്റൂമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡ്രസ്സ് ചെയ്ത് പുറത്ത് നടക്കുന്ന ഒരു ഭാര്യ ഭർത്താവല്ല, ആ ബെഡ്റൂമിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അത് എൻ്റെയില് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കിട്ടണം. ഇപ്പം നമുക്കൊരു കല്യാണത്തിന് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? ഗ്രൂം എങ്ങനെ ശരിയാവണം, അല്ലെങ്കിൽ ബ്രൈഡ് എങ്ങനെ ആയിരിക്കണം, അവരെ കോസ്റ്റ്യൂം എങ്ങനെ, ഇതൊക്കെ നോക്കും നമ്മൾ. പക്ഷെ ഒരിക്കൽ പോലും എന്താണ് അവരുടെ ബെഡ്റൂം റിലേഷൻ, എങ്ങനെയാണ്, എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ എന്ന് ചിലപ്പോൾ ആരും തുറന്നു പറയുന്നുണ്ടാവില്ല. അപ്പം ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആദ്യം കിട്ടണം. അപ്പം അത് ഓക്കെ ആണെങ്കിൽ അവിടെയാണ് കോൺഫ്ലിക്റ്റ് കൂടുതൽ വരുന്നത്. ആസ് എ സെക്സ് തെറാപ്പിസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. ആ സമയത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ചെയ്യണം എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മളിപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ വെച്ച് ഒരിക്കലും ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു എഡ്യൂക്കേഷൻ ചൈൽഡ്ഹുഡ് തൊട്ട് കുട്ടികൾക്ക് കൊടുക്കണം. അവർക്ക് പ്രോപ്പറായിട്ട് അത് നമ്മുടെ എന്താ പറയുക, മറ്റ് ശരീരാവയവങ്ങൾ പോലെ തന്നെയുള്ള അവയവങ്ങളാണെന്നും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നും അതുകൊണ്ട് എന്തൊക്കെയാണ് അത് ഇമോഷനൊക്കെ റിലേറ്റഡ് ആയി കിടക്കുന്നതാണ്. ഹോർമോൺസ്, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് മാരിറ്റൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.
അവിടെ നിന്നാണ് നമ്മൾ മറ്റു പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടാവുക. ഓക്കെ മാം. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസിക്ക് ശേഷമുള്ള ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക? അത് ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഈ പ്രഗ്നൻസി ഉള്ള പീരീഡിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു അമ്മയാവാൻ പോവാണല്ലോ, അല്ലെങ്കിൽ ഒരു അച്ഛനാവാൻ പോവാ. കുട്ടി മാത്രമല്ല അവിടെ ജനിക്കുന്നത്, ഒരു അച്ഛനും ജനിക്കുകയാണ്, ഒരു അമ്മയും ജനിക്കുകയാണ്. അപ്പം അതിനുള്ള ട്രെയിനിങ് ആരും കൊടുക്കുന്നില്ല, കുട്ടിക്കുള്ളത് കൊടുക്കും. അപ്പോൾ കുട്ടി വന്നു കഴിയുമ്പോൾ സിബ്ലിംഗ് ഉണ്ടെങ്കിൽ അവരെയും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഫാദർഹുഡ് എന്ന് പറയുന്നതും മദർഹുഡ് എന്ന് പറയുന്നതിൻ്റെയും പ്രോപ്പർ നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ അവരെടുക്കണം. ഇനി ഡിപ്രസീവ് ആയിട്ടുള്ളതിലേക്ക് പോകുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ തന്നെ ചില വ്യക്തികൾക്ക് ഈ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കുട്ടീനെ ശ്രദ്ധിക്കുന്നു, അമ്മേനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോട്ടൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. കാരണം അതുവരെ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വൈഫിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ്. ഈ കുട്ടി ആയ പിന്നെ ഹസ്ബൻഡ് ഓടി വന്ന് കുട്ടീനെയാണ് കൊഞ്ചിക്കുന്നത്. അപ്പോൾ വൈഫിന് അവിടെ റിജക്ഷൻ തോന്നുകയാണ്. അപ്പം നമുക്ക് എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള കാര്യം എന്താ വെച്ചാൽ സ്നേഹം, അംഗീകാരം, ആദരവ്. അത് കിട്ടാതായാൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുപോലെ കാര്യങ്ങൾ ഇവിടെ വരാം. പിന്നെ കൂടാതെ ഇങ്ങനെ ഡിപ്രസീവ് ആയിട്ടുള്ള ഇതിലേക്ക് പോകാം. അവർ മെഡിക്കൽ സപ്പോർട്ടും കൗൺസിലിങ്ങും തെറാപ്പീസും എടുക്കണം. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്തു വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സിബ്ലിങ്സ് തമ്മിൽ ശരിക്കും പറഞ്ഞാൽ എത്ര ഒരു ഏജ് ഡിഫറൻസ് ആണ് വേണ്ടത് പ്രോപ്പറായിട്ട് അവർക്കൊരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ? ഒരു ഫസ്റ്റ് ബേബി കഴിഞ്ഞിട്ട് സെക്കൻഡ് ബേബി ആവണമെങ്കിൽ അങ്ങനെ നമുക്കിപ്പോൾ അതായത് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയും ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായ പ്രശ്നമാണെന്ന് പറയും, ചിലപ്പോൾ അത് നല്ലതാണെന്ന് പറയും. നമുക്ക് അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ബോണിന് ഒരു ക്യാരക്ടർ ഉണ്ട്, സെക്കൻഡ് ബോണിന് ഒരു ക്യാരക്ടറാണ്, തേർഡ് ബോൺ ഒരു വേറെ ക്യാരക്ടറാണ്. ഇപ്പോൾ ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ബിഹേവിയർ ഒക്കെ വ്യത്യാസമായിരിക്കും. ഫസ്റ്റ് ബോൺ എന്ന് പറയുന്ന ഒരാൾ സെക്കൻഡ് ബോൺ വരുമ്പോൾ അവർ ഈ കുട്ടീനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇത് അമ്മയെ സംബന്ധിച്ചാണ് ഇത് സെക്കൻഡ് ബോൺ. കുട്ടിയെ സംബന്ധിച്ച് സെക്കൻഡ് ബോണിന് അവർ ഫസ്റ്റ് ബോൺ തന്നെയാണ്. ഞാനാണ് അമ്മയുടെ ആകെ ഉള്ള കുട്ടി. പക്ഷെ അമ്മയ്ക്കാണിത് രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ മകൾ എന്നുള്ളൂ. കുട്ടികൾക്ക് അവരെല്ലാവരും അമ്മയുടെ ആദ്യത്തെയാണെന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ അവിടെ ആദ്യത്തെ കുട്ടിക്കും പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് നിന്റെ ബ്രദറാണ്, നിന്റെ സിസ്റ്ററാണ്, നീയാണ് കെയർ ചെയ്യേണ്ടത്, അല്ലാതെ ഞങ്ങളുടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് അപ്പോൾ അതൊരു ഇഷ്ടത്തോടു കൂടി അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ചില ഫാമിലി മെമ്പേഴ്സ് പറയാറുണ്ട്, വാവ ഉണ്ടായാൽ നിന്നെ വേണ്ട, അങ്ങനെയൊക്കെ വളരെ രീതിയിൽ കുട്ടികളെ പറയാറ്. പക്ഷെ അവരുടെ മനസ്സിനെ അത് നന്നായി വേദനിപ്പിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പറയാതെ കുട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, കുട്ടി അവരെ സ്നേഹിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്ര വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അമ്മയുടെ ഹെൽത്ത്, ഈ ആദ്യത്തെ കുട്ടീനെ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് വേണം. അപ്പോൾ അതില്ലെങ്കിൽ ആദ്യത്തെ കുട്ടീനെയും രണ്ടാമത്തെ കുട്ടീനെ അമ്മയ്ക്ക് നോക്കാൻ പറ്റാതെ വരും. അവർ മെൻ്റലി 4-5 വർഷം തന്നെ ഒരു പാരൻറ്റ് ഒരുപാട് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഉറക്കം അവരുടെ പ്രശ്നമായിരിക്കും, ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഒരു സമയം അതിന് കൊടുക്കുന്നത് തന്നെയാണ് ഉചിതമായിട്ടുള്ളത്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമയം പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ഉള്ളതാണോ? അത് മോട്ടിവേഷൻ നമുക്ക് ഇങ്ങനെ ലൈഫ് ലോങ് കൊണ്ടു നടക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക? നമുക്കൊരു മോട്ടിവേഷൻ വരണമെങ്കിൽ ഒരു നീഡ് ഉണ്ടായിരിക്കണം, ഒരു ഡ്രൈവ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു മോട്ടിവേഷനിലേക്കാണ് നമ്മൾ ഒരു ആഗ്രഹം വേണ്ടേ. അതെ. അപ്പോൾ ഒരു ആഗ്രഹം ഉള്ളതിന് എന്ത് വേണം? തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം വേണം. അതിയായിട്ടുള്ള ആഗ്രഹം തീവ്രമായി മാറണം. അപ്പൊ തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു തീ നമ്മുടെ ഉള്ളിലുണ്ടാവും, അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കും. നമുക്കൊരു തീവ്രമല്ലാത്തൊരു ആഗ്രഹമാണെങ്കിൽ നമ്മൾ പാതി വഴിക്ക് അത് മറന്നു പോകും. അപ്പം നമ്മുടെ ഉള്ളിൽ വേണ്ടത് ഒരു നീഡ്, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മൾ അത്യാഗ്രഹം എന്ന് പറയൂലേ. അത്യാഗ്രഹം എന്ന് പറയുന്ന വേർഡ് ഞാൻ പോസിറ്റീവായിട്ട് പറയാണ്. അത്യാഗ്രഹം എന്ന് വെച്ചാൽ ഒരാളെ പറ്റിച്ചിട്ട് എടുക്കുന്ന രീതിയിലല്ല. നമുക്കൊരു അതിയായിട്ട് ആ ഒരു കാര്യം നേടിയെടുക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ പോവില്ല, അതങ്ങനെ തന്നെ നിൽക്കും. അല്ലാത്ത പക്ഷം നമുക്കൊരു ഓക്കെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് അതിനൊരു താല്പര്യമില്ലായ്മ, നീഡ് നമ്മുടെ കുറയും, അതിനുള്ള ഡ്രൈവ് നമ്മുടെ കുറയും. അപ്പോൾ ആ ഏരിയ ആണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് തീവ്രമായിട്ടൊരു ആഗ്രഹം വേണം, അപ്പോൾ മോട്ടിവേഷൻ
നിലനിൽക്കും. ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഈ മോട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കംപ്ലീറ്റ്ലി നമുക്കിങ്ങനെ മോട്ടിവേഷണൽ വീഡിയോസ് കാണാറുണ്ട്. അപ്പം ഈ കൗൺസിലിങ്ങിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മോട്ടിവേഷൻ വീഡിയോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചില ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ഇപ്പം എന്തെങ്കിലും വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു മോട്ടിവേഷൻ വീഡിയോ കേൾക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ആ സമയത്തൊരു ഹെൽപ്ഫുള്ളായിട്ട് വരാറുണ്ട്. ഇപ്പം എല്ലാ സൈക്കോളജിസ്റ്റുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് വീഡിയോസ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, വീഡിയോസ് നോക്കിയിട്ടൊക്കെ. അപ്പോൾ അതൊരിക്കലും നമ്മുടെ പ്രൊഫഷനെ അതൊരിക്കലും ബാധിക്കില്ല. അറിവുകൾ കൂടുതൽ നമുക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ അത് നല്ല അറിവാണോ ചീത്ത അറിവാണോ എന്ന് നമ്മൾ പ്രൊഫഷണലി ഹെൽപ്പ് തേടണം. എല്ലാം കേൾക്കുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളോ ആയിരിക്കണം എന്നില്ല. പിന്നെ ഒരു മോട്ടിവേഷൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജനറലൈസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്, ഇൻഡിവിജ്വൽ ആയിരിക്കില്ല. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ്, ഇൻഡിവിജ്വൽ ഹെൽപ്പ് എടുക്കുമ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ച് ഓപ്പണായിട്ട് പറയാനും എൻ്റെ പ്രശ്നത്തിനുള്ള ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതൊരു ബേസ് ആയിട്ട് മാത്രം എടുക്കുക. താൽക്കാലികമായിട്ട് നമുക്കൊരു സപ്പോർട്ട് കിട്ടി, പക്ഷെ പ്രോപ്പർ ഒരു ട്രെയിനിങ് ഹെൽപ്പ് എടുക്കണം. ഓക്കെ, നമ്മൾ പ്രത്യാശയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തൊക്കെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്, ആ പേര് തന്നെ മൈൻഡ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകൾ, അതുപോലെ MA MSc കോഴ്സുകൾ ആണ് നമുക്കുള്ളത്. അതിൽ കൗൺസിലിംഗ് സൈക്കോളജി കോഴ്സ് ഉണ്ട്, MA സൈക്കോളജി കോഴ്സ് ഉണ്ട്. അത്തരം കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ CBT എന്ന് പറയുന്ന തെറാപ്പി ഉണ്ട്, ഹിപ്നോ തെറാപ്പിയുടെ കോഴ്സുകളും നടക്കുന്നുണ്ട്. ബേസിക് ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്ക് എന്താ വേണ്ടത്? അത് ഡിഫറെൻ്റ് ആണ് ഓരോ കോഴ്സിനും. ഇപ്പോൾ CBT പോലത്തെ കോഴ്സുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൈക്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ആ തെറാപ്പി ഫീൽഡിൽ നിൽക്കുന്നവരാണ് ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെയായിരിക്കും. സൈക്കോളജി, MA സൈക്കോളജി എനി ഡിഗ്രിയാണ്, നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റികളും എനി ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എനി ഡിഗ്രി ഉള്ളവർക്ക് ആ കോഴ്സുകൾ ചെയ്യാം. പിന്നെ നമ്മൾ ലേണിംഗ് ഡിസോർഡർ, ഡിസ്ലെക്സിയ പോലെയുള്ള കാര്യങ്ങളുടെ മാത്രം ഉള്ള കോഴ്സുകൾ, ട്രെയിനിങ്ങുകളുണ്ട്. അപ്പോൾ അതിനും ഡിഗ്രി ഉള്ളവർക്കൊക്കെ ചെയ്യാവുന്ന കോഴ്സുകളാണ്. ഓക്കെ, ഇപ്പം ഈ സ്ട്രെസ്സ് കുറച്ചൊന്ന് കൂടുമ്പോഴേക്കും ആൾക്കാർ ഡിപ്രഷനാണെന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, സ്ട്രെസ്സ് ഡിപ്രഷനൊക്കെ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നിനോടും താല്പര്യം ഉണ്ടായിരിക്കില്ല, എല്ലാത്തിലും ലാക്കായിരിക്കും. അതായത് നമുക്ക് കുളിക്കാൻ തോന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, സെക്ഷുവൽ ആക്ടിവിറ്റി കുറവായിരിക്കും, പുറത്ത് കിടക്കാൻ തോന്നില്ല, ആൾക്കാരോട് സംസാരിക്കാൻ തോന്നില്ല, എല്ലാത്തിൽ നിന്നും അവർ വിഡ്രോ ചെയ്ത് നിൽക്കുക, ഉൾവലിഞ്ഞ് നിൽക്കുക. അവരുടേതായിട്ടുള്ള ഒരു റൂമിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്പേസിലേക്ക് അവർ മാറും. അത് ഒരു ദിവസമോ 2 ദിവസമോ ആയ ഡിപ്രഷൻ ആവില്ല. അതിനൊരു കാലഘട്ടമുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ICD-10 അല്ലെങ്കിൽ DSM-5 എന്ന് പറയുന്ന ക്രൈറ്റീരിയ വെച്ച് നോക്കും. അത് നോക്കിയിട്ട് ഇത്ര സമയം ഇത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിലാണ് അത് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്, ഡിപ്രഷൻ ആണ് എന്നുള്ള രീതിയിൽ വരുള്ളൂ. അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ എത്ര ടൈമാണ് മിനിമം വേണ്ടത് ഡിപ്രഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്? അത് നമുക്കിപ്പോൾ ഈ ഒരു പോകുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡർക്ക് മനസ്സിലാവും. ഇവർ വളരെ ആക്റ്റീവായിരുന്നു അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിരുന്നു, ഇപ്പം അതിൽ നിന്ന് ഇല്ല എന്ന് മനസ്സിലാവുന്നു. ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഡ്രോവൽ കാണുമ്പോൾ ഇവർക്ക് കൺസൾട്ടേഷൻ തുടങ്ങാം. ഒരു 1 വീക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഹെൽപ്പ് അന്വേഷിക്കാം. ചില ആൾക്കാർ 6 മന്തൊക്കെ ചിലപ്പോൾ സമയം എടുക്കും മനസ്സിലാക്കാനായിട്ട്. ആ ഒരു സമയത്ത് എന്തായാലും അത് ചെയ്യണം. ചിലപ്പോൾ ഇപ്പം പല ആൾക്കാരുകൾക്കും എല്ലാവരും കടന്നു പോകുന്നതാണ് ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിൽ കൂടെ. പക്ഷെ അത് ലോ മൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. സീവിയർ ഡിപ്രഷൻ ആയിരിക്കില്ല, ആ ലോ മൂഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ലോ മൂഡ് ആണെങ്കിലും നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഈ ഫൈനാൻഷ്യലിയുള്ള പ്രോബ്ലംസ് വരുമ്പോഴും നമ്മളിങ്ങനെ ഒരു സ്ട്രെസ് ഫേസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം വന്നാലും നമുക്ക് ഇങ്ങനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചേഞ്ചസ് ഉണ്ടാകും? തീർച്ചയായിട്ടും. നമുക്ക് കോവിഡിന് ശേഷം ഒരുപാട് ബിസിനസ്സുകൾ തകർന്നു, ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അപ്പോൾ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കതൊരു ചെയ്യില്ല അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഹൈഡ് ചെയ്ത് അവർ തന്നെ സോൾവ് ചെയ്യാം എന്ന് വിചാരിച്ച് അവസാനം അവർക്ക് പറ്റാതെ ആയപ്പോഴാണ് അവരിത് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൂയിസൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു തവണ ചിന്ത വന്നു കഴിഞ്ഞാൽ കൺസൾട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ ഈ ചിന്ത വരുന്നതിൻ്റെ ഒപ്പം ബ്രെയിനിലൊരു ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്യും, അതായത് എങ്ങനെ സൂയിസൈഡ് ചെയ്യണമെന്ന്.
പ്രത്യേകിച്ച് പത്രങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് ഒരുപാട് ന്യൂസുകൾ കിട്ടും. ഇന്ന ആള് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ കമ്മിറ്റ് ചെയ്തു, അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പിക്ചറാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ലേണിംഗ് ആയിട്ടാണ് നമ്മുടെ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ അത് പല ആൾക്കാർക്കും ബ്രെയിനിൽ അത് ഒരു പ്രിൻ്റായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അത് ലേൺ ചെയ്ത് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ കൂടിയോ അല്ലെങ്കിൽ അവർ ഒരുപാട് റിസർച്ചുകൾ നടത്തും. പിന്നീട് പെട്ടെന്നാണ് അവർക്ക് ചിലപ്പോൾ അത് തോന്നുന്നത്, ആ സമയത്ത് അവരത് ചെയ്യാൻ ചിലപ്പോൾ. പക്ഷെ ഇതിന് ചെയ്യാനായിട്ട് ധൈര്യമില്ല, പക്ഷെ എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അതൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് അവരിൽ. ചെയ്യാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞാലും എപ്പോഴും ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. നമ്മളെ ഒരാള് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാല്, ഇപ്പൊ ഒരാള് പറയാണ് നമ്മളുടെ അടുത്ത്, ഈവൻ സൂയിസൈഡ് വരുന്ന ഒരു കേസിൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് സ്പെഷ്യലി ട്രെയിൻഡ് ആയിരിക്കണം. നമ്മളുടെ അടുത്ത് വരുന്ന ഒരു വാക്ക് പോലും സൂയിസൈഡിലേക്ക് പോവാൻ സാധ്യതയുണ്ട് അവര്. അപ്പോൾ നമ്മൾ വാക്കുകൾ കൊണ്ടാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ സംസാരത്തിൽ കൂടിയും മറ്റ് പല തെറാപ്പി കൂടിയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്പെഷ്യലി ഹൈലി അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെ തന്നെ കാണണം. ഇവർ ചെയ്യില്ല എന്ന് പറഞ്ഞാലും ഒരാൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പേടിപ്പിക്കാനായിട്ട് ചെയ്യുന്ന കയ്യബദ്ധത്തിൽ പെട്ടുപോകാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് കൈമുറിക്കും. അവർ പക്ഷെ കൈമുറിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്, അവർ ഡീപ്പായിട്ട് മുറിക്കില്ല. അവർക്ക് മറ്റുള്ളവർ കണ്ടാൽ മതി. അപ്പൊ അവർ ചെറിയ വളപ്പൊട്ട് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ കത്തിയൊക്കെ എടുത്തിട്ട് അവർക്ക് വെയിൻ കട്ട് ചെയ്യാത്ത രീതിയിൽ അവർ മുറിച്ച് കാണിക്കുന്ന ഒരു പ്രകൃതിയുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചെയ്യുന്ന രീതികളൊക്കെ ഹാങ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന പോലെയൊക്കെ ചെയ്യും. അത് അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. പക്ഷെ ചിലപ്പോൾ അതിലും അബദ്ധങ്ങൾ പറ്റാം, ഇവർ പോലും വിചാരിക്കാതെ വരാം. അപ്പം അങ്ങനെ നമ്മുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, നമ്മുടെ കൂടെ നിൽക്കുന്ന ആള് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനൊരു ടോക്ക് പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ഭയങ്കര ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു കാര്യമാണ്, പഠിക്കാതിരിക്കാനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും. അപ്പൊ ഈ ഓവർ തിങ്കിങ് എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? കാരണം ഇപ്പോൾ വളരെ ചെറുപ്പമായിട്ടുള്ള കുട്ടികൾ പോലും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് വളരെയധികം ടെൻഷൻ ആവുന്ന ഒരു സിറ്റുവേഷൻസ് കാണാറുണ്ട്. അതായത് ബ്രെയിൻ നോയ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ചിന്തകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തോട്ട്സ് ഒരു 37,000 മുതൽ 60,000 വരെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പറയുന്നു. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡിൽ വേറെ തോട്ട്സ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ എനിക്കിവിടെ പ്രസൻറ്റ് ചെയ്യാനും പറ്റും, എനിക്കത് ചിന്തിക്കാനും പറ്റും. പക്ഷെ അത് എൻ്റെ ഈ ഒരു കാര്യത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ചിന്തകളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളതിനെ ഫോക്കസ് കൊടുക്കണം. നമ്മൾ എന്തിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഫോക്കസ് വരുമ്പോൾ ഇതവിടെ മാറിപ്പോവും. പക്ഷെ ചില ആൾക്കാരുടെ കേസിൽ അവർക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തകൾ വരും. നമുക്കിപ്പോൾ ഒരു ഒബ്സസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒബ്സസീവായിട്ട് ഈ തോട്ട്സ്, റിപ്പീറ്റഡ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ടെക്നിക്സുകളുണ്ട്, ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാനുള്ളത്. അതുപോലെ CBTയിൽ തന്നെ നല്ല മെത്തേഡുകളുണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളത്. അത്തരം മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒരു ജനറൽ ആങ്സൈറ്റി ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാത്തിനെ കുറിച്ചും വറി ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അവർ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ രീതിയിൽ ഇന്നത്തെ ദിവസത്തിൽ മൈൻഡ്ഫുൾ ആവില്ല. അപ്പം മൈൻഡ്ഫുൾനെസ് ആണ് അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കൊല്ലം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇപ്പോൾ ടെൻഷൻ അടിക്കുകയാണ്. ഈ മൊമെൻറ്റിൽ ഞാൻ ജീവിക്കുന്നേ ഇല്ല. അപ്പോൾ അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അവർക്കത് മാറ്റിയിട്ട് മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് നമുക്ക് കൊടുക്കാം. ആ ലൈഫിനെ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെയുള്ള ട്രെയിനിങ്സ് ആയിട്ട് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ പ്രൊഫഷണലി അത് കാണാതിരിക്കില്ല ഏറ്റവും നന്നായി. പ്രൊഫഷണലി നമുക്കത് ഡീൽ ചെയ്യണം, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ഉണ്ട്, ലേമാൻ കൗൺസിലിംഗ്. നമുക്ക് ചില സാഹചര്യത്തിൽ നമ്മുടെ നല്ലൊരു സുഹൃത്ത് ഒരു കൗൺസിലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ അങ്ങനെയായിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് വർക്കൗട്ട് ആവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഷെയർ ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കൾ നല്ലതുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരെ നമ്മൾ ലേമാൻ കൗൺസിലർ എന്നാണ് പറയുക. അവരുടെ അത് നിന്നില്ലെങ്കിൽ നമ്മളതൊരു അടുത്തൊരു പനിയാണെങ്കിലും നമ്മൾ ആദ്യം വീട്ടിലൊന്ന് നോക്കും, മാറുമോ എന്നുള്ളത് നോക്കും. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് വേഗം പോവും. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. നമ്മളിത് ശരിയായില്ലെങ്കിൽ ഉടനെ തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കും. അത് നമ്മൾ കൗൺസിലിംഗ് ആണോ ആദ്യം ചെയ്യേണ്ടത്, അതോ ഈ ഒരു ടെക്നിക്സ് ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യേണ്ടത്? നമ്മളെക്കുറിച്ച് ആ പ്രൊഫഷണലിൽ മനസ്സിലാവണം. നമ്മൾ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, അത് സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ടാണോ അതല്ല ഒരു ജനറലി നമുക്കുള്ള വറീസ് ആണോ. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം.
അതിൻ്റെ സിവിയറിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു ഇല്ലാത്ത കാര്യം കാണുന്നു, അതല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നു, അത് 2 തരത്തിലുണ്ട്. അപ്പം അത് എന്താ പറയുക, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു പ്രശ്നമാണോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ദിവസമുള്ള പ്രശ്നമാണോ എന്നൊക്കെ പ്രൊഫഷണൽ ഒരു ഹെൽപ്പ് തേടുമ്പോഴാണ് മനസ്സിലാവുക. അപ്പം അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് അവർ തന്നെ നിർദ്ദേശിക്കും എന്ത് തെറാപ്പിയാണ്, എന്ത് സെഷനാണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഈ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നമ്മളൊരു കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈൻഡിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനാണ് ഏറ്റവും പവർ. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന, മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറ്റും. ഇപ്പോൾ അക്ഷയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ, അത് നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാം? അത് തിരിച്ചറിയുന്നത് വെച്ചാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിനാണ് 90% കഴിവുകളുള്ളത്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിരിക്കുന്നത് കോൺഷ്യസിലാണ്, അതായത് ലിസൺ ചെയ്യുക, സംസാരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഉള്ളിലുള്ള പവർ കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോൺഷ്യസ് രീതിയിലല്ല പോവുക, ഉള്ളിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ആക്ട് ചെയ്ത് നമ്മുടെ ബോഡി കൂടെ അത് വർത്തിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പോകുന്നത് ആൽഫ ലെവൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ്. അതായത് ഇപ്പോൾ ഇരിക്കുന്ന ലെവലിൽ നിന്ന് നമ്മളൊരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇപ്പോൾ നമ്മളൊരു റിലാക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇപ്പം നമ്മൾ സാധാരണ സംസാരിക്കുന്നതും ഞാനിപ്പോൾ പറയാണ് റിലാക്സ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ റിലാക്സ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് മൈൻഡ് അത്രയും ശാന്തമാവും. അപ്പോൾ നമ്മളവിടെ നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളായിട്ട് നമ്മൾ മനസ്സിന് കൊടുക്കുന്നു, മനസ്സത് റിസീവ് ചെയ്ത് ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് മെത്തേഡ്സ് നമുക്കുണ്ട്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, വിഷ്വലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും പഠിച്ചെടുക്കുമ്പോഴാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആവുന്നത്. ഓൾറെഡി ഇവിടെ ഒരുപാട് നമ്മളിപ്പോൾ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം അല്ലേ, അത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് പ്രകൃതി തന്നെ നമ്മൾക്ക് കൊണ്ടുവന്ന് തരുന്ന കാര്യങ്ങൾ, ഇതെല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും സാധിക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതിനൊരു സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ പ്രാക്ടിക്കലി ആണോ നല്ലത്, അതോ കുറേ ബുക്സ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, അപ്പം ഈ ബുക്സ് വായിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമോ? ബുക്സ് എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യണം. ബുക്കിൽ നിന്ന് മനസ്സിലാക്കി, ഓക്കെ ഞാനിപ്പോൾ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൂടാനുള്ള ബുക്ക് വായിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലതാണ്, ഫീൽ ഗുഡ് ആണെന്ന് തോന്നി, പക്ഷെ അവിടെ വെച്ചത് നിർത്തരുത്. അതിൽ ഓരോ പോയിന്റും നമ്മൾ പ്രാക്ടിക്കൽ സെഷനായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ബുക്ക് അവർക്ക് വാങ്ങിച്ച് വായിക്കാം, പക്ഷെ അതിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അവർ എക്സസൈസ് ചെയ്യുന്നത്, അവരുടെ അത് ഇവാലുവേറ്റ് ചെയ്യും. അതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്, നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് അല്ലേ, നമ്മൾ പറയുന്ന ഒരു വാക്കിന് ആ നല്ല വാക്കുകൾ നമുക്ക് പറയാനുള്ള ട്രെയിനിങ് കിട്ടണം. നമ്മൾ എഴുതുമ്പോൾ വാക്കുകളിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ട് നമുക്ക് വരും. അപ്പം അതിനെ മാറ്റിയിട്ട് അവരെ കറക്റ്റ് ചെയ്ത് മൈൻഡിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്, ആ ലാംഗ്വേജിലേക്ക് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ബുക്ക് ഉണ്ടോ? പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ജോസഫ് മുഫിയുടെ ബുക്ക് ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും. ആ ഒരു ബുക്ക് നല്ല ബുക്കാണ്. പിന്നെ ഞാൻ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് നല്ലതാണ്. സീക്രട്ട് എന്നുള്ള സീരീസ് ആണ് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് തന്നെ ഒരുപാട് ബുക്സുകളുണ്ട്. അത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് സീക്രട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഓഡിയോസ് ഉണ്ട്, ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അത്തരം ഒത്തിരി ബുക്ക്, സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരുപാട് ബുക്കുകളുണ്ട്. അത് നമുക്ക് യൂസ്ഫുൾ ആണ്, പക്ഷേ ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് എഫർമേഷൻസ് ചെയ്യുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളാണ്? പോസിറ്റീവ് എഫർമേഷൻസ് തന്നെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്ന എഫർമേഷൻസ്. അപ്പോൾ ആ പോസിറ്റീവ് എഫർമേഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടത് കസ്റ്റമൈസ്ഡ് ആയിട്ട്, ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യും. അതുപോലെ നമുക്ക് വേണ്ട അഫർമേഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കത് നേടിയെടുക്കാൻ പറ്റും.
ഓരോ എവറി ഇൻഡിവിജ്വൽ ഈസ് യൂണിക് ആണല്ലോ. അപ്പോൾ യൂണിക് ആയിട്ടുള്ള അഫർമേഷൻസ് അവർക്ക് കൊടുക്കുക. അവർ തന്നെ അത് സെൽഫ് സജഷൻസ്, ഓട്ടോ സജഷൻസ് എന്ന് പറയുന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഓട്ടോ സജഷൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. ഒരു 21 ഡേയ്സോ 90 ഡേയ്സോ ലൈഫ് ലോങ്ങോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് എഫക്റ്റീവായിട്ട് വരും ചെയ്യും. ഈ എല്ലാ ആളുകൾക്കും കൗൺസിലിംഗ് ഒക്കെ എഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ. ഫൈനാൻഷ്യലി വളരെ ഡൗൺ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? പ്രത്യാശയിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രീ ആയിട്ടുള്ള സെഷൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 17 കൊല്ലമായിട്ടും ഒരു സെപ്പറേറ്റ് വിങ് അതിനു വേണ്ടി ഫാക്കൽറ്റികൾ വർക്ക് ചെയ്യുന്നുണ്ട്. സൗജന്യ കൗൺസിലിംഗ് ഉണ്ട് നമുക്ക്. അതുപോലെ ക്യാമ്പുകളുണ്ട്. സ്കൂളുകളിലാണെങ്കിലും നമ്മൾ പോയി സൗജന്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കും. സോഷ്യൽ ഓർഗനൈസേഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും നമ്മൾ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് പ്രത്യാശയെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഹൈലി വേണ്ട പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ട ആൾക്കാരുണ്ടായിരിക്കും, ടെസ്റ്റുകൾ വേണ്ടവരുണ്ടായിരിക്കും. അപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഹെൽപ്പുകളൊക്കെ അതൊക്കെ നമ്മൾ ആ ഒരു രീതിയിലുള്ള ഹെൽപ്പുകൾ എടുക്കും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഏത് സ്റ്റേജ് കഴിയുമ്പോഴാണ് ചെയ്യേണ്ടത്? കാരണം 10th കഴിയുന്ന കുട്ടികൾക്കും പല കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം, സയൻസ് എടുക്കണോ കോമേഴ്സ് എടുക്കണോ എന്നുള്ളത്. പലരും 12th കഴിയുമ്പോഴാണ് ഏത് ഏരിയയിലേക്ക് തിരിയാനായിട്ട് എടുക്കാറ്. അപ്പോൾ ആക്ച്വലി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എപ്പോഴാണ് എടുക്കേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറച്ച് നേരത്തെ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു 9th അല്ലെങ്കിൽ ഒരു 9th 10th ആ സമയത്ത് തന്നെങ്കിലും എടുക്കണം. ഇപ്പോൾ 12th നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഒരിക്കലും സയൻസ് മാത്രമല്ല കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതിലൊരു 32ഓളം കോമ്പിനേഷൻസ് ഒക്കെ ഹ്യൂമാനിറ്റീസിലുണ്ട്. സയൻസിലും അതുപോലെ കുറേ കോമ്പിനേഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു 9th 10th ഒക്കെ ഒരു ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും അവരത് ചെയ്യുക. ഇപ്പം നോർമലി നമ്മൾ പ്രത്യാശയിലൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ആ ഒരു സമയത്തെങ്കിലും അവർ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ ലേറ്റായിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടാലും ചെയ്യും. അവർക്ക് അപ്പോഴും ഒരു ബ്രേക്ക് വേണമെന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എത്രയും നേരത്തെ നിർബന്ധമായിട്ട് അത് പാരൻസ് ചെയ്യുവാണെങ്കിൽ ആ കുട്ടീനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിസ്റ്ററി ആണോ ബയോളജി ആണോ അവർക്ക് സയൻസ് സബ്ജക്റ്റുകളാണോ നല്ലത്. അതും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ടെസ്റ്റുകൾ ഇങ്ങനെ ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്, ആപ്പുകൾ. അപ്പോൾ നമുക്കത് എത്ര കണ്ട് അറിയില്ല അതിൻ്റെ ഒരു വാലിഡിറ്റി. നമുക്ക് ജനറൽ ഒരു ഐഡിയ ഒക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. അപ്പോൾ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റുകൾ തന്നെ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് വരുന്ന രീതിയിലുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ അവർ IQ ടെസ്റ്റും കൂടി ചെയ്യും. അപ്പോൾ ഈ ആപ്പുകളിൽ ചെയ്യുമ്പോൾ IQ ടെസ്റ്റ് ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ ഇവരിത് IQ ടെസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് IQ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ UK ഇതാണ് IQ ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വേഷനും അവിടത്തെയും വ്യത്യാസമുണ്ട്. അപ്പോൾ IQ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ റിപ്പോർട്ടും ഈ റിപ്പോർട്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അവിടുത്തെ UK-ലും നമ്മുടെ ഇന്ത്യയിലും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ടെസ്റ്റുകളുടെ കാര്യത്തിലാണോ ചോദിച്ചത്? ടെസ്റ്റുകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ UK വേഷനാണ് നമ്മളവിടെ ചെയ്യുന്നത്. അവിടുത്തെ കൾച്ചർ ഡിഫറൻസ് ഉണ്ട്. അവിടുത്തെ ഇപ്പോൾ ഇവിടുത്തെ ഗ്രേഡ് ലെവലല്ല കുട്ടികളുടെ. സ്കൂളിംഗ് സിസ്റ്റം വ്യത്യാസമുണ്ട്. ഏജ് വെച്ചിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ UK ടെസ്റ്റ് ബാറ്ററിയാണ് ഞാനവിടെ, ബാറ്ററി എന്നാണ് നമ്മൾ പറയുക. ആ ബാറ്ററിയാണ് IQ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. അതുപോലെ അവരുടെ പല ടെസ്റ്റുകൾ എല്ലാം UK വേഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രത്യാശയുടെ ഇനിയുള്ള ഒരു വിഷൻ എന്താണ്? പ്രത്യാശയുടെ വിഷൻ ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രത്യാശ ഒരു സെൽഫ് എന്താ പറയുക, മാസ്ലോൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ പറയും, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന പോലെ. അപ്പോൾ പ്രത്യാശയുടെ ഒരു വിഷൻ ഇതുവരെ ആയിരുന്നത് നമുക്ക് കേരളം വിട്ട് മറ്റ് പല സ്ഥലങ്ങളിലേക്കും വൈഡായിട്ട് കേരളത്തിൽ നിന്ന് മാറി എത്തണം എന്നായിരുന്നു. അത് ഓൾമോസ്റ്റ് നമ്മൾ ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ UK-ൽ നമുക്കുണ്ട്. അതുപോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിന്നെല്ലാം നമുക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ പ്രത്യാശയുടെ വിഷൻ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ അച്ചീവ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഇവിടെ കേരളത്തിൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല ഒരു പ്രാക്ടിക്കൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്, സൈക്കോളജിസ്റ്റായിട്ട് വരുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അവർക്ക് കുറച്ചുകൂടി ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല സൈക്കോളജിസ്റ്റുകളെ വാർത്തെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്കിവിടെ മെൻ്റൽ ഹെൽത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റണം. അതിന് പറ്റുന്ന
കഴിവുള്ള സൈക്കോളജിസ്റ്റുകൾ ഇവിടെ വേണം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസും അവർക്ക് നല്ല കോളേജ് ഫെസിലിറ്റീസും പ്രാക്ടിക്കൽ സപ്പോർട്ടും കൊടുക്കാൻ പറ്റണം. അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമുക്ക് ബോഡി ഷെയ്മിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റും? ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ കണ്ട നമ്മുടെ കേരള കൾച്ചറിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം കണ്ടാൽ ചോദിക്കുക എന്താ, നീ തടി വെച്ചല്ലോ, വണ്ണം കുറഞ്ഞോ, ക്ഷീണായല്ലോ, മുടി കുറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ ചോദിച്ച് അല്ലെങ്കിൽ നമ്മൾ അയ്യോ കറുത്തു പോയല്ലോ, പണ്ടൊക്കെ എന്തൊരു കളർ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ശരിക്കും അതൊരു ബോഡി ഷെയ്മിങ് തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ പോലും നമുക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എന്താ വെച്ചാൽ അത് അവർക്ക് കുറേയൊക്കെ അറിയാം, ന്യൂ ജനറേഷന് അറിയാം ഇതൊരു ബോഡി ഷെയ്മിങ് ആണെന്ന്. ഇപ്പം എൻ്റെ അമ്മയോ അല്ലെങ്കിൽ അക്ഷരയുടെ അമ്മയോ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അമ്മയായതുകൊണ്ട് ചിലപ്പോൾ ബോഡി ഷെയ്മിങ് ആണോ ചെയ്യണതെന്നൊന്നും ചോദിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അറിയുന്നതുകൊണ്ട് അവർ പറയും എന്താ എന്നെ ബോഡി ഷെയിം ചെയ്യാണോ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഉള്ളൊരു വ്യത്യാസം ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കോൺഫിഡൻസിനെ, സെൽഫ് എസ്റ്റീമിനെ, ഒരു വ്യക്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഹെൽത്ത് എന്താണെന്നും ആരോഗ്യം എന്താണെന്നുള്ള അവയർനെസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്ര വേണം, നമുക്ക് എത്ര ഫിസിക്കൽ ഇത് വേണം എന്നുള്ള ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ട്രെയിൻഡ് ആവും. അല്ലാതെ നമുക്കൊരാളെ ഇത്ര ഭക്ഷണം കഴിക്കരുത്, ഈ ഫുഡ് നീ കഴിച്ചാൽ തടി വയ്ക്കും, അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. ആദ്യം അവർക്ക് നോളജ് കൊടുക്കണം. അവർക്ക് ഒരു സയൻറ്റിഫിക്കായിട്ട് അവരുടെ ബോഡീനെ കുറിച്ച്, ആ ബോഡീനെ സ്നേഹിക്കാനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് ലവ് എന്ന് പറയുന്നതും കൂടി വരുന്നത്. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട്, ഇപ്പം തടിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. അപ്പോൾ ഹോർമോണൽ ചേഞ്ച് ഉള്ള തടി വെക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതുപോലും നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പം ചില സിനിമകളൊക്കെ അത് വളരെ നന്നായി പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്, ബോഡി ഷെയ്മിങ്ങിന് ഇതായിട്ട്. അതുപോലെ സൈക്കോളജിക്കലി ഉള്ളൊരു കാര്യത്തിനെ എങ്ങനെ പോസിറ്റീവ് വേയിൽ അത് കാണിക്കാം എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ഫിലിമിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല സോഷ്യൽ മെസ്സേജുകൾ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ, നല്ല ഗ്രൂപ്പുകൾ, പിയർ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുക. നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് അവിടെ വന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, ഈ മാസ്റ്റുർബേഷൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം മാമിന് അങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾ വരാറുണ്ടോ? എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യേണ്ടത്? ഞാൻ വർഷങ്ങളോളം ഈ എന്താ പറയുക അഡോളസെൻ്റ്, അഡൽട്ട്ഹുഡ് ഗ്രൂപ്പുകൾക്ക് ഇങ്ങനെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ആൺകുട്ടികളാണോ മാസ്റ്റുർബേറ്റ് ചെയ്യുക, പെൺകുട്ടികളാണോ കൂടുതൽ മാസ്റ്റുർബേറ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്ക് ആണ് പെണ്ണെന്നല്ല, മനുഷ്യന് സെക്ഷുവലായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നമുക്ക് സെക്ഷൽ ഓർഗൻസ് ഉണ്ട്, സെക്ഷൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് പെണ്ണ് ചെയ്യാൻ പാടില്ല എന്നില്ല, ആണേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഇല്ല. അപ്പോൾ പെൺകുട്ടികളും മാസ്റ്റുർബേറ്റ് ചെയ്യും, ആൺകുട്ടികളും മാസ്റ്റുർബേറ്റ് ചെയ്യും. ഇനി നമ്മുടെ ഓർഗനാണ്, നമ്മുടെ സെൽഫ് സ്റ്റിമുലേറ്റിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നതാണ്. ഇതിൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ കിട്ടണം. ഇപ്പോൾ പെനീസിൻ്റെ സൈസ് എത്രയാണെന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് പെനീസിന് വലുപ്പം കുറവാണെങ്കിൽ എല്ലാവർക്കും ടെൻഷനാണ്. ഇനി ഇത്തരത്തിലുള്ള ടെൻഷനുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ട്. അപ്പം അങ്ങനെ ഡാറ്റ് സിൻഡ്രോം എന്ന് പറയും. ഇപ്പം ഡാറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിന്തിച്ച് അതിൻ്റെ ആങ്സൈറ്റി കൂടിയിട്ട് ഇവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനൊരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിനും ട്രെയിനിങ്ങും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഇവരുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരം തോട്ട്സുകൾ വരിക. അപ്പോൾ ഇത് വരാനുള്ളൊരു കാരണം ഇവർ കാണുന്ന വീഡിയോസ്, ഇവർക്ക് കിട്ടുന്ന നോളേജ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജിൽ നമ്മൾ കാണുന്ന കുറേ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കാണുന്ന റിലേഷൻഷിപ്പിൻ്റെ മോഡൽ, അതിൽ കാണുന്ന ഒരാളുടെ രീതികൾ എല്ലാം ഇയാളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതൊരു സിനിമാറ്റിക് ആണ്, അതൊരു ഷൂട്ടിംഗ് ആണ്. ആ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാമറമാൻ ഉണ്ടായിരിക്കും, ഈ വ്യക്തികൾ മാത്രമായിരിക്കില്ല. അത് പക്ഷേ അത് ഞങ്ങളുടെ ലൈഫാണ്, ഇതുപോലെ ആയിരിക്കും, ഇതുപോലെ ആകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടെ കൊടുക്കേണ്ടത്
എന്താണ് അവരുടെ സെക്ഷുവൽ ഹെൽത്ത്, എന്താണ് സെക്ഷുവൽ ഓർഗൻ, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്. ഈവൻ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പെനീസ് പിടിക്കണം എന്ന് പോലും ആർക്കും അറിയില്ല. അല്ലെങ്കിൽ അത് പറഞ്ഞ് കൊടുക്കാനായിട്ട് ഒരു പ്രൊഫഷണൽ, ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകാനുള്ള മൈൻഡ് സെറ്റോ അതിനുള്ള ഇതോ വന്നിട്ടില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ഇതിന് ശേഷം ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് പേർക്ക് ക്ഷീണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇതിന് ശേഷമാണ് ഹെയർ ഫോൾ എന്ന് പറയാറുണ്ട്, ഇതിന് ശേഷം വണ്ണം കുറഞ്ഞു എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ. പിന്നെ അവർ ആ സമയത്ത് കഴിക്കേണ്ട പ്രോട്ടീൻസ്, വൈറ്റമിൻസ് അതൊന്നും ശരീരത്തിലുണ്ടായിരിക്കില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് തവണ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണോ ശരിയാണോ? എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന അടുത്തൊരു ഇതാണ്. അപ്പോൾ ശരിക്കും മാസ്റ്റർബേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ ചെയ്യുമ്പോൾ അവർക്ക് മറ്റു കാര്യങ്ങളിൽ ചിലപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ലൈഫിൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അപ്പോൾ അത് മാറ്റി വെച്ചിട്ടായിരിക്കാം ഈ ഒരു തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള എക്സസൈസുകളുണ്ട്. നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാം, വയറ് നിറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതൊരു മെത്തേഡാണ്. അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഇപ്പോൾ ജിമ്മിൽ പോവാം, സൈക്ലിംഗ് ചെയ്യാം, ഫുട്ബോൾ കളിക്കാം, അങ്ങനെ ആക്ടിവിറ്റീസുകൾ നമുക്ക് അവിടെ കൊണ്ടുവരാം. അപ്പോൾ ഒരു സെക്ഷുവൽ ലൈഫും നോർമൽ ലൈഫും അവരുടെ ഒരു കരിയറും ഒക്കെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അല്ലാതെ മാസ്റ്റർബേഷൻ തെറ്റെന്ന് പറഞ്ഞ് ഗിൽട്ടി ഫീലിംഗ് ആയിട്ട് കുറ്റബോധം വന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. മാസ്റ്റർബേഷനെ എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ട്രെയിനിങ് ആണ് അവിടെ എടുക്കേണ്ടത്. നമ്മൾ സൈക്കോളജിസ്റ്റിനെ തന്നെയാണ് അപ്പോൾ കണ്ടത്. സൈക്കോളജിസ്റ്റുകൾക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുണ്ട്, അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്സ് തെറാപ്പിസ്റ്റുകളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു മാരിറ്റൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ സ്ത്രീനെ കുറിച്ച് അറിയാനും പുരുഷനെ കുറിച്ച് സ്ത്രീയും അറിയണം. നമുക്കിപ്പോൾ ഈ ഓർഗനൊന്നും അങ്ങനെ ആർക്കും കണ്ടു പരിചയമില്ലാത്ത ഇതാണ്, നമ്മൾ വീഡിയോസിൽ കൂടെ മാത്രമാണ് കണ്ടു കാണുക. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കൾച്ചർ വൈസും അങ്ങനെയുള്ളൊരു കൾച്ചറോ ഒന്നുമല്ല. നമ്മൾ മാരേജ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പിലേക്ക് ആ വ്യക്തിയുമായിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കിപ്പോൾ പലപ്പോഴും ഫോട്ടോ ആയിട്ടൊന്നും നോക്കിയിട്ട് ഇത് കാര്യമില്ല. നമ്മൾ അവരായിട്ട് ഇൻറ്റിമസി വരണം, അവരുടെ സെക്ഷൽ ഓർഗൻ എന്താണെന്നും അവർക്ക് എന്താണ് സന്തോഷം കിട്ടുകയെന്നും നമ്മൾ പഠിക്കണം. ആ ഒരു ടൈം അവിടെ കൊടുക്കണം. അപ്പോൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പാരൻസ് തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും അവർക്കത് പറഞ്ഞു കൊടുക്കാനും അവർക്ക് തമ്മിൽ ഉള്ള ഒരു സെഷനുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോഴല്ലേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത്? അല്ല, ലവ് മാരേജ് ആണെങ്കിലും അവര് പലപ്പോഴും ഈ പ്രേമം എന്ന് പറയുന്നത് 3 സ്റ്റേജാണുള്ളത്. ഇപ്പൊ പ്രേമം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മരം ചുറ്റി പ്രേമത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഏത് പ്രേമാണെങ്കിലും അതിന് 3 സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അവരെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിൽ കടക്കുമ്പോൾ അവരെ കാണാതെ ഇരിക്കാൻ പറ്റില്ല. അവർ ഇത്ര സമയത്ത് കോൾ ചെയ്യണം, രാവിലെ എഴുന്നേറ്റാൽ ഗുഡ് മോർണിംഗ് വേണം, മെസ്സേജ് അയച്ചാൽ അത് ബ്ലൂ ടിക്ക് ആവണം, ഗ്രീൻ ടിക്ക് ആവണം, അത് കണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യണം. ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസിനൊക്കെ അങ്ങനെ വന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. അപ്പം നമുക്ക് എപ്പോഴും അവരെ കാണാൻ തോന്നും, എപ്പോഴും അവരെ കൂടിയിരിക്കാൻ തോന്നും, സംസാരിക്കാൻ തോന്നും. അത് കഴിഞ്ഞാൽ ഡോപ്പമിൻ സ്റ്റേജ് ഉണ്ട്. ഡോപ്പമിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതാണ് ഡോപ്പമിൻ സ്റ്റേജ്. അപ്പോൾ ആ ഡോപ്പമിൻ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വ്യക്തിനെ തന്നെ മാരേജ് കഴിക്കണം, അയാളെ തന്നെ എൻ്റെ പാർട്ട്ണർ ആക്കണം എന്ന് തീരുമാനിക്കും. അവിടെ ഒരിക്കലും ചിലപ്പോൾ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ വ്യക്തിയായിട്ടുള്ള അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും സംസാരിക്കാം, പക്ഷേ കൂടുതലായിട്ടുള്ള ഇൻറ്റിമസി വന്ന് കാണില്ല. അപ്പോൾ ഡോപ്പമിൻ സ്റ്റേജിൽ വരെ സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അറേഞ്ച്ഡ് മാരേജ് എന്നല്ല, ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഈ ഒരു എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, കൗൺസിലിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുക എന്നുള്ളൊരു തോന്നലുണ്ട് ആളുകൾക്ക്. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്, ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത്. അപ്പോൾ ഒരു ഫേക്ക് ഒരു പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു നമ്മുടെ ജനറലായിട്ടും ഒരാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നോക്കിയിട്ട് ആ വ്യക്തി അല്ല അവിടെ വരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഫോണുകൾ തന്നെ നമ്മളുടെ രൂപം നമുക്ക് കാണിച്ചു തരുന്നില്ല.
നമ്മളൊരു ഫോട്ടോ എടുത്താൽ അവർ തന്നെ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് കളറ് കൊടുത്ത് ഫേസൊക്കെ ക്ലീൻ ആക്കി യങ് ആക്കി വണ്ണം കുറച്ച് വയറ് ഷേപ്പ് ചെയ്ത് ഫോൺ അത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ സൊസൈറ്റിയിൽ വന്നിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഓക്കെ അല്ല, ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങളെ കാണാൻ കൊള്ളുള്ളൂ. അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല, ഞാനിപ്പോൾ വിദേശത്താണെങ്കിലും ഏറ്റവും കൂടുതൽ പലരും പല സർജറികളും പല കാര്യങ്ങളും ചെയ്തിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്നുള്ളതല്ല ഇത്. ഇപ്പോൾ ഫാഷൻ എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ഈക്വലാണ്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരീസിൽ വന്നത് അല്ലെങ്കിൽ ലണ്ടനിൽ വന്നത് അതിനുശേഷം ഇന്ത്യയിൽ വരിക എന്നാണ്. ഇപ്പം അങ്ങനെയല്ല, എല്ലായിടത്തും ഒരേപോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഗുണമാണത്. പക്ഷേ ഇതുപോലെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ല നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ. കാരണം ഇത് മറ്റുള്ളവർ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളും ഇതുപോലെ സർജറികൾ ചെയ്ത് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നോർമൽ മെൻ്റൽ ഹെൽത്തിൽ അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. മെൻ്റലി അവർ വീക്കാവാണ്, അവർക്ക് ഇൻഫീരിയോറിറ്റി വരികയാണ്, ആ വ്യക്തിനെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് ട്രീറ്റ് ചെയ്യേണ്ട മാരകമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും അത് മാറ്റണം. കാരണം സ്വന്തം അച്ഛനും അമ്മയും പോലും അവർ പ്രസൻറ്റ് ചെയ്യാൻ ഞാനിങ്ങനെയാണ് അല്ലെങ്കിൽ ഞാനൊരു വേറെ ഒരു വേൾഡിലുള്ളൊരു ജീവിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ പ്രസൻറ്റേഷൻ വരുന്നത്. നമ്മളായിരിക്കുക, നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും സ്നേഹിക്കുന്ന രീതിയിൽ വന്നാലാണ് നമ്മളെന്ന വ്യക്തിത്വം അവിടെ കടന്നു വരുള്ളൂ. ആ പേഴ്സണാലിറ്റി ഫേക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അപ്പം നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോയിൽ വെച്ച് ഒരാളെ അസസ് ചെയ്യാൻ പറ്റില്ല. ഫേക്ക് ഐഡൻറ്റിറ്റി ആണോ ഇത് ജെന്യുവിൻ ആണോ എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ആർട്ടിഫിഷ്യലായിട്ട് പലതും ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്, അവരുടെ ഒരു ഫേസൊക്കെ വെച്ച് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും ആ ഹ്യൂമൻ ബീയിങ്ങിനെ റിയലായി കണ്ട് സംസാരിച്ച് ആ വ്യക്തിനെ മനസ്സിലാക്കണം. അത് നമ്മുടെ സോഷ്യൽ ലൈഫിനെയും മാരിറ്റൽ ലൈഫിനെയും മറ്റ് ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ മാം, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നു. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവ് നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രേക്ഷകരോട് ഇനി എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. മാനസിക ആരോഗ്യ രംഗത്ത് ഇപ്പോൾ ഞാനൊരു പഠിച്ച് ഇവിടെ നിന്ന് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു നിലയിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. എനിക്കത് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. കേരളത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എത്താനായിട്ട് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പും, അതായത് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. 42ഓളം ഡിവിഷൻസ് ഉണ്ട് സൈക്കോളജിക്ക്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഒപ്പം തന്നെ മാനസികമായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ, എനിക്കൊരു ഹെൽപ്പ് വേണം എന്ന് നമ്മൾ ചോദിക്കാനും തിരിച്ചറിയാനും അത് നേടിയെടുക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ജീവിത വിജയം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സന്തോഷമുള്ള, ഹാപ്പി ആയിട്ടുള്ള, മൈൻഡ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടായിരിക്കും. Okay ma'am, anyway thank you so much for joining.